ഹൈമാവതി കൃഷിയുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നേരെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ഇതാക്കാനാണ് പോകുന്നത്. ഞാൻ ഈ കക്കിരിൻ്റെ തൈ കൊണ്ടുപോയി ഈ തൈ കൊണ്ടുപോയിട്ട് നമുക്ക് ഒന്ന് നടാൻ വേണ്ടിയിട്ടാണ്. മഴ പെയ്യുന്നതുകൊണ്ട് ഞാൻ മുറ്റത്ത് വെക്കാട് സൈഡിൽ വെച്ച് നനച്ചിട്ടാണ് ഈ തൈ ഉണ്ടാക്കിയത്. ഈ തൈയിൽ ഞാനിപ്പോൾ ഇടാൻ പോകുന്നത് വെച്ചാൽ ആദ്യം ചേരി വെക്കുന്നുണ്ട്. ചേരി വെക്കാഞ്ഞാൽ വെള്ളം നനയും, അത് ഓർമ്മയില്ലായിരുന്നു. ഈ ചേരി ഇങ്ങനെ അടിയിൽ വെക്കുന്നുണ്ട്, എന്നാലേ വെള്ളം വാർന്നു പോരും, അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കും. വെള്ളം കെട്ടി നിന്നാൽ ചീഞ്ഞു പോവും. അതുകൊണ്ട് ഇങ്ങനെ ചേരി ഇങ്ങനെ ഞാൻ വെക്കുന്നുണ്ട്. ചേരി വെച്ചിട്ട് ഇതേപോലെ ചേരി വെക്കുന്നുണ്ട്. കണ്ട, ഇതേപോലെ ചേരി വെച്ചിട്ടുണ്ട്. ഈ ചേരി വെച്ചതിന് ശേഷം ഈ തോല് വാരിയിട്ട്, നമ്മൾ സീമക്കൊന്നേൻ്റെ തോലാന്ന് ഇടുന്നത്. വേറെ കരിയിലൊന്നും ഇട്ടിട്ടില്ല. ഇപ്പം കരിയിലൊന്നും വാരിക്കൊണ്ടുവന്നിട്ടില്ല, അതൊന്നുമില്ല. തൽക്കാലം ഈ സീമക്കൊന്ന ഇല മാത്രമേ ഇടുന്നുള്ളൂ. ഇത് തൊട്ട് പോട്ടി മിക്സ് തൊട്ടിട്ടാണ് നടുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കരിയില കമ്പോസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് വാരിക്കൊണ്ടുവന്ന് കരിയിലെല്ലാം പൊടിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് വാരിയിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തൽക്കാലം ഇത് മതി. ഇതാണിപ്പോൾ എൻ്റെ പരിപാടി. കണ്ട, ഇതുപോലെ നമ്മൾ നിറച്ച് ആ ചകരി വെച്ച് അതിന് ശേഷം ഇതിൻ്റെ മേലെ നിറച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മേലെ എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ ഇതാണ് തൈ. കണ്ട, ഈ തൈയാണ്. ഇതിപ്പോൾ ഇങ്ങനെ പോട്ടി മിശ്രിതം വാരി നിറക്കുക. കണ്ടില്ലേ, ഇതേപോലെ പോട്ടി മിശ്രിതം വാരി നിറക്കുക. കണ്ടല്ലോ, ഇതുപോലെ നിറച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്താ, പോട്ടി മിശ്രിതം വാരി നിറച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നട്ടു കൊടുക്കാം. എന്നാൽ എന്തെല്ലാം ഉള്ളതെന്ന് വെച്ചാൽ ഇതിലെല്ലാം ഉണ്ട്. പിന്നെ എല്ലാ ഇതുണ്ട്. ഈ വേപ്പും പിണ്ണാക്കുണ്ട്, പിന്നെ എല്ലുപൊടിയുണ്ട്, പിന്നെ ചാരം എല്ലാം ഇതിൻ്റെ അപ്പുറം കൂട്ടി. ഇനി കുറച്ച് ചാരം ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചാരം ഇല്ലത് കൊണ്ട് കുറച്ചും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ ചാരവും കുറച്ച് വേപ്പും പിണ്ണാക്കും ഇട്ട് കൊടുക്കുക. എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ചാരവും എല്ലാം കൂടി ഇട്ടിട്ട്, പിന്നെ കുമ്മായും എല്ലാം കൂടി ഇട്ടിട്ട് ആക്കിയതാണിത്. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് വേപ്പും പിണ്ണാക്കും കൂടി, ആ വേരിന് നല്ലൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേപ്പും പിണ്ണാക്ക് കുറച്ച് ഇടുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ചാരവും കൂടി ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് ചാരവും കൂടി ഇട്ട് കൊടുത്താൽ നല്ല വേരിന് നല്ല ഒരു അണുക്കൾ പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പോയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ നട്ട് കൊടുക്കുന്നത്. കണ്ട, എന്നിട്ട് ഇതാ എല്ലാം പോലെ ഇത് നട്ട് ഞാനിനിയിപ്പോൾ ഇത് എടുത്തിട്ട് നട്ടേ. കണ്ട, ഇപ്പം ഇങ്ങനെ എടുത്തിട്ട് നട്ട് കൊടുക്കട്ടെ. ഉണ്ടല്ലോ, ഇതേപോലെ ഇതിനകത്ത് നട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇപ്പറൊന്ന് നട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഒന്നും കൂടി നട്ട് കൊടുക്കുക. ഇനി ഒന്നും കൂടി നട്ട് കൊടുക്കുക. 4 എണ്ണം വെച്ച് കൊടുക്കുക. വർഷകാലല്ലേ, അതുകൊണ്ട് ചീഞ്ഞ് പോയിട്ടുണ്ടെങ്കിലോ എന്ന് വെച്ച് 4 എണ്ണം വെച്ചിട്ടാണ് ഇപ്പോൾ ഈ തൈ നട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഇതിൻ്റെ മേലേക്ക് വിട്ട് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇത് വീണ് പോകും. നീളം വെച്ചിന്, അതുകൊണ്ട് നീളം ഒരു പാടുള്ളതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ പോട്ടി മിശ്രിത ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നിറച്ച് കൊടുക്കട്ടെ. നിറച്ച് കൊടുത്തിട്ട് അത് നീർത്ത് വെക്കട്ടെ. കണ്ടല്ലോ, ഇതേപോലെ നിറച്ച് കൊടുത്തു. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നിറച്ച് കൊടുത്തു. ഇനിയിപ്പം ഒന്നും കൂടി ഇട്ട് നടാം. ഇത് ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ, ഇനിയിപ്പോൾ ഒന്നും കൂടി നട്ട് ഞാൻ. ഇനി ഇതും കൂടി നട്ടേ. ഇതിൻ്റെ അകത്ത് വാരി നിറച്ചിട്ട് പോട്ടി മിശ്രിതവും വാരി നിറക്കാം. ഇതിൻ്റെ അകത്ത് ചേരി വെക്കട്ടെ. ചേരി വെച്ചിട്ട് ചേരി വെച്ചാലേ നട്ടുള്ളൂ. കണ്ട, ചേരി വെച്ച് നട്ടിട്ടില്ലെങ്കിൽ എന്ന് വെച്ചാൽ വെള്ളം താണു പോവില്ല. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ വെള്ളം താണു പോകാഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് ചീഞ്ഞു പോവും. മഴക്ക് വെക്കേണ്ടതല്ലേ, ഇപ്പോഴത്തെ നാട്ടിലെ പോലെയല്ലല്ലോ. ഇനി മഴ നല്ലപോലെ കൂടുന്ന സമയമല്ലേ വരുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഈ സീമക്കൊന്ന ചെപ്പ് വാരി ഇടട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇത് വാരി നിറക്കട്ടെ. എന്താ, ഇതേപോലെ വാരി നിറക്കുക. എന്നിട്ട് ഇത് നട്ട് കൊടുക്കുക. ഉണ്ടല്ലോ, ഇതുപോലെ ഇത് നടുക. അതിന് ശേഷം ഇത് പിന്നെ
ഇതിൽ കരിയിലൊന്നും ഇടുന്നില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ലേശം കൂടി വേപ്പും പിണ്ണാക്കും ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചാരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണ്ട, ചാരം ഇട്ട് കൊടുക്കുന്നു. എന്നിട്ടാണ് നടുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഇത് തേച്ച് ഇട്ട് കൊടുക്കട്ടെ, നിറച്ചിട്ട് കൊടുക്കട്ടെ. പോരാ, കുറച്ചും കൂടി വേണം. അത് നമുക്ക് നിറച്ചിട്ട് ഇട്ട് കൊടുക്കാം. തൈ പൊരിഞ്ഞു പോകും. കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ തൈ വലിയ തൈ ആയതുകൊണ്ട് പൊരിഞ്ഞു പോകും. നിറച്ച് ഇട്ട് കൊടുക്കണം. ഞാനിനി കണ്ട, ഇതിപ്പോൾ ഞാൻ 2 എണ്ണം നിറച്ച് വെച്ചു. ഇനിയിപ്പോൾ ഞാൻ ഇത് രണ്ടും നട്ടേ, 2 എണ്ണത്തിലും കൂടി ഇത് നട്ടേ. ഇതാ 2 എണ്ണേ നടാനേ ഉള്ളൂ. ഇനി ഇത് ഞാൻ നടാം. കണ്ട, ഇത് ഞാനിപ്പോൾ ഇതേപോലെ ഇവിടെ നട്ടു കൊടുക്കട്ടെ. ഇത് നട്ടിട്ട് നമുക്ക് ഇത് കുക്കുംബറാണേ, കക്കിരി കുക്കുംബർ എന്ന് പറയുന്നില്ലേ, അതാണ് ഈ സാധനം. ഇത് നമ്മൾ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ വേഗം കക്കിരിക്ക് ഉണ്ടാവും. പക്ഷെ മഴ അധികം വന്നാൽ ഇത് ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനിപ്പം നടാണ്ട് ഇങ്ങനെ തൈയാക്കി വെച്ചിട്ട് നടുന്നത്. കണ്ട, ഇതേപോലെ നട്ടു. ഒന്നും കൂടി നട്ടു. 2 എണ്ണമായില്ലേ. ഇനിയിപ്പോൾ ഒന്നും കൂടി ഉണ്ട്. ഇതും കൂടി ഞാനിവിടെ നട്ടിട്ട് കാണിച്ചു തരാം. കണ്ട, കണ്ടില്ലേ, കണ്ട, ഇതേപോലെ നട്ടു. ഉണ്ടല്ലോ, ഇതേപോലെ നട്ടു കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ നട്ടിട്ട് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോയിട്ട് വീണ്ടും വരുന്നത്. നന്ദി നമസ്കാരം. എല്ലാവരും കാണുക. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോയിട്ട് വീണ്ടും വരുന്നത്. നന്ദി നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സബ് ചെയ്യുക, പിന്നെ ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതെല്ലാം ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇന്നും എനിക്ക് കൃഷി ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവില്ല. ഇത് ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോയിട്ട് വീണ്ടും വരുന്നത്. നന്ദി നമസ്കാരം. ഗുഡ് ബൈ.